പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഏഴാമത്തെ പാരമ്പര്യത്തിന്റെ ആത്മീയ വശം. ഓരോ ഗ്രൂപ്പും പൂർണ്ണമായും സ്വയം പര്യാപ്തത പാലിക്കുന്നതോടൊപ്പം പുറമേ നിന്നുള്ള സാമ്പത്തിക സഹായം നിഷേധിക്കുകയും ചെയ്യണം. അതാണ് ഏഴാമത്തെ പാരമ്പര്യം പറയുന്നത്. അതിന്റെ ആത്മീയ വശം എന്ന് പറയുന്നത്, അതിന്റെ ആത്മീയ സത്ത എന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ്. ഇവിടെ ഈ പാരമ്പര്യം ഉണ്ടായതിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന മറ്റൊരു പാരമ്പര്യത്തിനും ഇത്രയും വലിയൊരു ഈറ്റുനോവ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന്. എക്ക് ഈ പറഞ്ഞ പൂർണ്ണമായും സാമ്പത്തിക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന അല്ലാതെ അല്ലെങ്കിൽ മദ്യാസക്തരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലാതെയും ഉണ്ടായിരുന്ന ഗ്രൂപ്പുകൾ, മദ്യാസക്തരെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയ ഗ്രൂപ്പുകളും അതിനകത്ത് പെടും. എല്ലാം വന്ന് തട്ടിത്തകർന്നു പോയത് ഇത്തരത്തിലുള്ള സാമ്പത്തികമായ ഒരു പ്രശ്നത്തിലുണ്ടായ തർക്കങ്ങളുമായില്ല. നമ്മളെ സഹസ്ഥാപകൻ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് ഈ ഒരു കാര്യത്തെ, അയാൾ ശരിക്കും വളരെ കൃത്യമായി തന്നെ ചരിത്രം പഠിച്ചിട്ട് തന്നെയാണ് രൂപപ്പെടുത്തിയത്. പ്രത്യേകിച്ചും വാഷിങ്ടോണിയൻ ഗ്രൂപ്പിന്റെ അനുഭവം കൃത്യമായിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ അവര് ബുദ്ധിമുട്ടായി പുറമേ നല്ല സംഭാവനകൾ സ്വീകരിക്കുകയും ധനം സമാഹരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്, അതേപോലെ എക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അതിനകത്ത് മെമ്പർഷിപ്പ് കൊടുത്തത്, അതുപോലെ ഇതിനകത്ത് പ്രചാരകരായിട്ടുള്ള ആൾക്കാരെ നിയമിച്ചത്, ഇതൊക്കെ നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഇതെല്ലാം വന്നു. ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഒഴിവാക്കണം എന്ന് വെച്ചാൽ, കാരണം ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന പ്രസ്ഥാനങ്ങൾ തകർന്നു പോയത് ഈ ഒരു കാര്യത്തിലാണ്. അതിപ്പോ ഇന്നെന്നില്ല, എല്ലാ സംഘടനകളും ഇന്നും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഈ പറയുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ വരുന്നതിന് കാരണം ഇത്തരത്തിലുള്ള സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കുന്നതിന് ഭാഗമായി കൊണ്ട് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ സഹസ്ഥാപകരോട് അതുകൊണ്ട് നമ്മൾ എന്നും നന്ദി ഉണ്ടാകുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ളൊരു പാരമ്പര്യം രൂപപ്പെടുത്തി വെച്ചത്. എന്നും സുരക്ഷിതമായി നിൽക്കുന്നതിന് ഏറ്റവും വലിയ അടിത്തറയായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു പാരമ്പര്യം തന്നെയാണ്. പുറമേ നിന്നുള്ള സാമ്പത്തിക സഹായം നിഷേധിക്കുക എന്നുള്ളത്. നമ്മൾ ആരെയും എതിർക്കല്ല. എല്ലാവരും പണം പിരിക്കാൻ വേണ്ടി ഏത് സംഘടന ഉണ്ടാക്കിയാലും പിറ്റേ ദിവസം റെസീറ്റ് കുട്ടിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് പണം വേണ്ട എന്ന് ആരും പറയുന്നില്ല. ഇതുകൊണ്ട് പല ഗുണങ്ങൾ കിട്ടി. നമ്മളുടെ ഇടയിൽ ഈ പറഞ്ഞാല് സാമ്പത്തിക കാര്യത്തിന്റെ പേരിൽ തർക്കം ഉണ്ടാകാതിരുന്നു എന്ന് മാത്രമല്ല, പുറമേയുള്ള സമൂഹത്തിന് നമ്മളെ അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ടായില്ല. മറ്റുള്ളവരെല്ലാം സംശയത്തോടെ നോക്കുന്ന ഇവരിനകത്ത് ഫണ്ട് പിരിക്കുകയും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും പണം സമാഹരിക്കുകയോ അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എല്ലാവരും പുറമെ ഓരോ സംഘടനകളെയും നോക്കിയിരുന്നെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് പണം വേണ്ട എന്ന് പറഞ്ഞു. ഇതുമായിട്ട് സഹകരിക്കാൻ മറ്റ് പ്രസ്ഥാനങ്ങൾക്കൊന്നും അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. ശരിക്കും ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു തന്നെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള റോക്ക്ഫെല്ലറാണ്. കാരണം റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനോട് അന്ന് $50,000 നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സംഭാവന കൊടുക്കണമെന്ന് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ആൾക്കാർ അന്ന് റെക്കമെൻഡ് ചെയ്തെങ്കിലും റോക്ക്ഫെല്ലർ ആണത് പറയുന്നത്. അങ്ങനെ കൊടുത്താൽ അത് ശരിയാവില്ല എന്നൊരു പറച്ചിൽ പറഞ്ഞ്, യഥാർത്ഥത്തിൽ അന്ന് ആ പണം കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വഴിതെറ്റി പോയേനെ. അന്ന് നമ്മുടെ സഹസ്ഥാപകരൊക്കെ പറഞ്ഞ 1 വർഷം 1.5 വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ മനസ്സിലാകാതെ പോയേനെ. അതിനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ പണം തരാതെ നിന്നതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടുള്ള അതിനൊരു സംവിധാനം കണ്ടെത്താൻ കഴിഞ്ഞു. ബിഗ് ബുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും സത്യത്തില് നമുക്ക് ഹാർപ്പർ ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പബ്ലിഷിംഗ് സ്ഥാപനം $1,500 അഡ്വാൻസ് തരാന്ന് പറഞ്ഞതാ. അന്നത് മേടിച്ചിരുന്നെങ്കിൽ പുസ്തകം അവരുടേതായി മാറിയേനെ. നമ്മൾക്ക് ഇന്നിപ്പോ ഈ 150 രൂപയ്ക്ക് കിട്ടുന്ന പുസ്തകത്തിന് എന്താ ഇത്രമാത്രം വില കൊടുക്കേണ്ടി വന്നേനെ. അപ്പൊ അന്ന് നമുക്കത് വാങ്ങാതിരിക്കാനുള്ള ബുദ്ധി നമ്മളുടെ സഹസ്ഥാപകര് കാണിച്ചു. അന്ന് അവർക്ക് തോന്നിയതാണ് ഈ പുസ്തകം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് പണം മേടിച്ചിട്ട് ആണ് പബ്ലിഷ് ചെയ്യാൻ അല്ലെ പ്രിന്റിങ് നടത്തുന്നതെങ്കിൽ അവര് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. പുസ്തകം അവരുടേതായി മാറും, നമുക്കതിനകത്ത് അവകാശമില്ലാണ്ടായി മാറും. പിന്നെ അവർ പറയുന്ന വിലക്കായിരിക്കും അത് വിൽക്കുന്നത്. അപ്പൊ അന്നത് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ പുസ്തകം ഇന്ന് നമ്മുടെ കൈ കിട്ടിയതും അതിനിന്ന് ഈ പറഞ്ഞ പോലെ വലിയ വിലയില്ലാണ്ട് നമുക്കത് കിട്ടുന്നതിന് കാരണം. അപ്പൊ എന്ന് തുടങ്ങി ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മളത് പാലിച്ചോ
ആൽക്കഹോളിക്സ് അനോണിമസിന് അത് എന്നും ഗുണകരമായിട്ടേ വന്നുള്ളൂ. അന്ന് റോക്ക്ഫെല്ലർ നമുക്ക് പണം തന്നില്ലെങ്കിലും $5000 നമുക്ക് തന്നിരുന്നു. അത് തന്നെ ബില്ലിന്റെയും ബോബിന്റെയും അവരുടെ കടങ്ങൾ വീട്ടാനും അവരുടെ നിത്യച്ചെലവിനുമായിട്ട് ആഴ്ചയിൽ $30 വെച്ച് അത് തീരുന്നവരെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു 1942 ആയപ്പോഴത്തേനും നമ്മൾ ആ പണം മുഴുവൻ തിരിച്ചു അടച്ചു. ഒരു പൈസ പോലും നമ്മൾ ബാധ്യതയായിട്ട് വെച്ചില്ല. അന്ന് സംഭാവനയായിട്ട് കിട്ടിയെങ്കിൽ അത് വെച്ചു. ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് ഈ ക്ലാരൻസ് ബി ടൗൺസ് ഹോസ്പിറ്റലിന്റെ മുതലാളിയും നമുക്ക് തന്നിരുന്നു പണം. ഷെയറുകൾ എടുത്ത് അയാളുടെ പൈസയും തിരിച്ചു കൊടുത്തു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളെല്ലാം നമ്മൾ തിരിച്ചു കൊടുത്ത് തന്നെയാണ് പോയത്. അതുകൊണ്ട് എക്ക് ആരോടും ഇത്തരത്തിലുള്ളൊരു കടപ്പാടില്ല, ഒരു ബാധ്യതയില്ല. അപ്പൊ അത് 12-12 അത് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ, പണം കൊടുക്കുന്നതിനനുസരിച്ച് കുഴലുകുത്തുകാരൻ ഊതേണ്ടി വരും. വഴിവക്കീൽ അങ്ങനെ കലാപ്രകടനം നടത്തുന്നവരങ്ങനെയല്ലേ. ഓരോരുത്തരും പണം ഇട്ടിട്ട് ഇന്ന രാഗം വായിക്കുക അല്ലെങ്കിൽ ഇന്ന പാട്ട് പാടുക എന്ന് പറയണമെങ്കിൽ അവനത് പാടിക്കൊടുക്കും. അപ്പൊ പണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തം വരും, നമുക്ക് ബാധ്യത വരും, നമ്മൾക്ക് അവർക്ക് കീഴ്പ്പെടേണ്ടി വരും. ആൽക്കഹോളിക്സ് അനോണിമസിൽ അത് തന്നെ വന്നേനെ. നമ്മളെ കൊണ്ട് ഒരുപക്ഷെ ഇതൊരു ശക്തമായ ഒരുപക്ഷെ ഞാൻ പറയാലോ, പണം വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ ശക്തമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ടൊന്നും ലോകം മുഴുവൻ വ്യാപിക്കുകയല്ല. അതിനു മുമ്പേ നമ്മൾ തന്നെ തല്ലിപ്പിരിഞ്ഞു പോയേനെ. അപ്പൊ അതുകൊണ്ട് പണം വാങ്ങാതിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് ഇന്ന് ഈ രൂപത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്നത് എന്നുള്ളത്. 90 വർഷങ്ങൾ പിന്നിട്ട് നിൽക്കാനുള്ള കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ എല്ലാ പാരമ്പര്യങ്ങളും തുല്യമാണെങ്കിൽ പോലും അതിനകത്ത് ഏറ്റവും ശക്തമായി നമ്മളെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു പാരമ്പര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ പൊളിഞ്ഞു പോകേണ്ടതായിരുന്നു. അപ്പൊ ആ ഉത്തരവാദിത്തങ്ങൾ, പാരമ്പര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എത്രമാത്രം, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ രക്ഷപ്പെടലിന്റെ ഉത്തരവാദിത്തം നമ്മൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. അത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നില്ല. നമ്മളുടെ സാമ്പത്തിക കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് മറ്റൊരാളുടെ കയ്യിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടോ മറ്റോ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് തന്നെയുള്ള ഒരു അഭിമാനബോധത്തിന്റെ ഭാഗം കൂടിയാണ്. കിറ്റിയിലിടുന്ന 10 റുപ്യ കൊണ്ടൊരു ചായ കിട്ടുക എന്ന് പറയണമെങ്കിൽ ഞാൻ ഇട്ട പൈസക്ക് എനിക്ക് ചായ മേടിച്ച് കുടിക്കാം. അല്ലെങ്കിൽ മറ്റവൻ തരുന്നത് വരെയും കാത്തിരിക്കേണ്ടി വരും. അപ്പൊ ഇവിടെയും ഓരോ മെമ്പർക്കും അത് എത്ര പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടാണ് എയിൽ വരുന്നെങ്കിൽ പോലും അവനുണ്ടാകുന്ന ഒരു അഭിമാന ബോധമുണ്ട്. അയാൾ കൊടുത്ത പണം കൊണ്ടുള്ള ചായയും ബിസ്ക്കറ്റുമാണ് അയാൾക്ക് കിട്ടുന്നതെന്നാണ്. അപ്പൊ എന്ന് തുടങ്ങി ഓരോ മെമ്പർക്കും കൃത്യമായി വളരെ അഭിമാനത്തോടു കൂടി തന്നെ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു പാരമ്പര്യം തന്നെയാണ് ഞങ്ങൾ സ്വയം പര്യാപ്തരാണ് എന്ന്. പലപ്പോഴും നമ്മൾ പാരമ്പര്യങ്ങളിലെ ചെക്ക് ലിസ്റ്റിനകത്തൊക്കെ അത് ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന്, പണം എങ്ങനെയാണ് നമ്മൾ സ്വരൂപിക്കുന്നതെന്ന്, പണം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് എന്ന്. അതേപോലെ തന്നെ നമ്മളുടെ സേവക ഘടകങ്ങളൊക്കെ എങ്ങനെയാണ് പണം ചെലവഴിക്കുന്നത് എന്ന്. ഇതെല്ലാം ഉണ്ട്. ഒരാളുടെ നിന്ന് ഒരുപാട് പണം സ്വീകരിക്കാവോ, ഒരുപാട് പേരിൽ നിന്ന് കുറച്ചായിട്ട് മേടിക്കുകയാണോ വേണ്ടത് എന്ന് തുടങ്ങിയിട്ട് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തേക്കണം. പണം സാമ്പത്തികമായി ഒരുപാടുണ്ടെന്നിരിക്കൊണ്ട് ആരുടെ കയ്യിൽ നിന്നും നമ്മൾക്ക് ഒരുപാട് പണം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സംഭാവനകൾക്ക് കൃത്യമായ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം പിന്നെ ഇന്ത്യയിൽ അത് 60,000 ഉറുപ്പികയാന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾക്ക് സംഭാവന ചെയ്യാവുന്ന മാക്സിമം പണം അത്രയുമേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് സംഭാവന എന്നിട്ട് കാര്യമില്ല. പക്ഷെ കിറ്റിയിലിടാൻ കേട്ടോ, അതങ്ങനെയുണ്ട്. നമ്മള് GSO ഇന്ത്യക്ക് നേരിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ സർവീസ് കേന്ദ്രങ്ങൾക്ക് പണം കൊടുക്കുന്ന, മറ്റ് സർവീസ് കേന്ദ്രങ്ങളൊന്നും ഇത്തരം വലിയ സംഭാവനകൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അതിന്റെ അത്രയും സ്വീകരിക്കാറുമില്ല. GSO ഇന്ത്യക്ക് നമുക്ക് പണം സംഭാവനയായിട്ട് കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ലിമിറ്റ് 60,000 രൂപയാണ്. അതിനിപ്പം മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അറിയത്തില്ല. എന്നാലും അടുത്ത കാലത്ത് വരെ 60 ആയിരുന്നു. അതേപോലെ കിറ്റിയില് 1,00,000 രൂപ കെട്ടിട്ടാൽ ഒന്നും ചെയ്യാനില്ല. അത് ആരാ ചെയ്തതെന്നില്ലല്ലോ, അനോണിമസ് അല്ലേ, അതുകൊണ്ട് അത് മേടിക്കാം. അപ്പൊ അതുകൊണ്ട് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ സാധാരണ അതൊന്നും വരാറില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. പലപ്പോഴും പല സാഹചര്യത്തിലും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതുപോലെ വലിയ സംഖ്യയല്ല, 1,00,000 കെട്ടൊന്നുമല്ല. പക്ഷേ
മീറ്റിങ്ങുകളിൽ ആദ്യമായി വരുന്ന മദ്യാസക്തൻ അവന്റെ പൊങ്ങച്ചത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടില്ല, എനിക്ക് ഇപ്പോഴും കുഴപ്പമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ആദ്യം വരുന്ന വലിയ 500 രൂപ നോട്ടൊക്കെ എടുത്തിട്ട ചരിത്രമുണ്ട്. അയാളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ, അപ്പൊ കാരണം അയാള് മദ്യലഹരിയിൽ അല്ലെ AA മെമ്പർ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ലാത്തൊരു അവസരം. AA കുറിച്ച് അറിയാൻ വേണ്ടി വന്ന ഒരാളേ ഉള്ളൂ. അയാൾ മദ്യത്തിന്റെ ആ ലഹരിയിൽ വന്നയാൾ 500ന്റെ 1000ന്റെ ഒക്കെ നോട്ട് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായ 1-2 സംഭവങ്ങൾ എനിക്കറിയാം. അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഇവിടെ ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല, ഇത് പിരിവ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇവിടെ ഒരു ചായക്ക് വേണ്ടിയിട്ടുള്ള അല്ലാണ്ട് നിങ്ങൾ ഇതിന് മാത്രം ആവശ്യമില്ലാത്ത പണം നമ്മളിപ്പോ സാധാരണക്ക് ഒരു കിറ്റിലേക്ക് ഇടുമ്പം എല്ലാവരും കാണുമല്ലോ അത്. അല്ലാണ്ട് ഇപ്പം ആരുടെ അടുത്തൂടെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അങ്ങനത്തെ ഒരു രഹസ്യമായിട്ടല്ലല്ലോ അത് കൊടുക്കുന്നത്. അതുകൊണ്ട് ആരാണ് ചെയ്തതെന്ന് മനസ്സിലായി അയാളോട് പറഞ്ഞപ്പോൾ അയാൾക്ക് കാര്യങ്ങൾ പിടികിട്ടി. അത് സാരമല്ല, ഇവിടെ വെച്ചോ, അതിന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അത് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ആവശ്യമില്ലാണ്ട് ആരുടെ അടുത്തുനിന്നും പണം നമുക്ക് പിന്നെ സമാഹരിച്ച് വെക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളിൽ അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളുമില്ല. പണം ദുരുപയോഗം ചെയ്തെന്നോ അല്ലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചെന്നോ തട്ടിപ്പ് നടത്തിയെന്നോ എന്നുള്ള പ്രശ്നങ്ങളും അതുകൊണ്ട് ഉണ്ടാകാറില്ല. ഇതിനൊക്കെ എന്താ വിരോധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും, അത് വേറെ കാര്യം. എന്തായാലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു സിദ്ധാന്തം നമ്മൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതുണ്ട്. അപ്പം അതാണ് നമുക്ക് ഉത്തരവാദിത്വം നമ്മൾ എത്രമാത്രം കൃത്യമായിട്ടാണ് നിർവഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും മനോഹരമായ ആത്മീയ വശം ഇത് തന്നെയാണ്, ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം ഏതെല്ലാം മേഖലകളിൽ കാണിക്കണം, ഏതെല്ലാം രീതിയിൽ നമുക്ക് ഈ ഉത്തരവാദിത്വം നമ്മൾ തന്നെ AA ഗ്രൂപ്പിൽ മാത്രം പോരല്ലേ ഈ ഉത്തരവാദിത്വം. നമ്മളെ ആത്മീയ വശം എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ അത് എത്രമാത്രം സന്തോഷകരമായിട്ടും നമ്മൾക്ക് മറ്റുള്ളവരോടൊപ്പം ജീവിക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റി എന്നുള്ളതാണുള്ള കാര്യം. അപ്പൊ ആ ഉത്തരവാദിത്വം നമ്മൾ എത്രമാത്രം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഏതെല്ലാം റോളുകളിൽ നമ്മൾ നിൽക്കേണ്ടതാണ്. വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് റോളുകളുണ്ട്. കുട്ടിയായിരിക്കുന്ന കാലം തൊട്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് മകനായിട്ടും ഭർത്താവായിട്ടും, ഇപ്പം ഞാനിപ്പോ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞൊന്നങ്ങ് കൂട്ടാം. അതിനകത്ത് AA മെമ്പർമാർ അധികം കൊണ്ട് അതിനെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യയായിട്ടും ഏത് മെമ്പറാണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ അതേപോലെ തന്നെ അച്ഛനായിട്ടും മുത്തച്ഛനായിട്ടും മുത്തശ്ശിയായിട്ടും എന്ന് തുടങ്ങി അങ്ങനെ ഏതെല്ലാം നോക്കണം. സമൂഹത്തിലെ അംഗമായിട്ടും ഓട്ടോ ഡ്രൈവറായിട്ടും ബസ്സിലെ ക്ലീനറായിട്ടും ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ലേ. ഈ സമൂഹത്തിൽ നമുക്ക് അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള റോളുകൾ നമ്മൾ വഹിക്കേണ്ടതാണ്. ഈ റോളുകളെല്ലാം കൃത്യമായ ഉത്തരവാദിത്തോടു കൂടി നമ്മൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതാ പറഞ്ഞത്, ഈ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ആത്മീയ വശമാണിത്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഒരു മദ്യാസക്തൻ എന്ന നിലയ്ക്ക് ഒരു പക്ഷേ പലപ്പോഴും അങ്ങനെയാ കണ്ടത്. കൃത്യമായി മദ്യാസക്തന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ അയാൾ മദ്യപാനം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അയാളിലെ സ്വഭാവം രൂപപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കുട്ടിയായിരിക്കുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കല്ല് പെൻസിൽ കടം വാങ്ങുന്നിടത്തോ അല്ലെങ്കിൽ ഒരു കഷ്ണം പേപ്പർ, തുണ്ട് പേപ്പർ കൂട്ടുകാരനോട് മേടിക്കുന്നിടത്തോ വരെയും സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത്. എല്ലാവരും എന്നല്ല പറഞ്ഞ, പക്ഷേ മിക്കവാറും പേരിലും അത് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കിയാൽ നമ്മൾ ആ ചെറുപ്പത്തിൽ തൊട്ട് നമ്മൾ വളർന്നു വരുന്ന ഭാഗത്ത് ആ വളർച്ചയുടെ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ അഭിനയിച്ച് തീർക്കേണ്ടതായ അല്ലെങ്കിൽ ആടി തീർക്കേണ്ടതായിട്ടുള്ള ആ റോളുകളിലെല്ലാം ഈ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നമ്മളെ കൊണ്ട് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന്. ഇപ്പോഴും നമ്മളത് എവിടെ നിൽക്കുന്നു എന്നുള്ളതും 4-ാം പടിയിൽ അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഞങ്ങളെക്കുറിച്ചുള്ള വലിയ അല്ലെങ്കിൽ അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി എന്നുള്ളതും 10-ാം പടിയിൽ ഞങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും ചെയ്തു എന്നൊക്കെ പറയുന്നിടത്തൊക്കെ ഇത് തന്നെയാ ഉള്ളത്. എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? ഒരു മകൻ എന്ന നിലയ്ക്ക് എത്രമാത്രം എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? മാതാപിതാക്കളെ അനുസരിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളോട് ചോദിക്കാവുന്ന കാര്യമാണ്. അനുസരിക്കേണ്ടതാണ്. നമുക്കിതൊരു ചോദ്യം പോലെ നമ്മളോട് ചോദിക്കാനും അറിയാം. അപ്പൊ അല്ലാണ്ട് ഇതിന്റെ ആത്മീയ വശത്തിന് നമ്മളത് നമ്മളോട് ചോദിക്കുകയാണ് ഈ ചോദ്യം.
ഒരു മകൻ എന്ന നിലയ്ക്ക് ഞാൻ അവരെ അവരോട് ഒപ്പം നിന്നിട്ടുണ്ടോ? ആ വീട്ടിലെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം അത് ചെയ്തിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്? സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റു കുട്ടികളോട് എങ്ങനെയാണ്, മറ്റ് സഹപാഠികളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറിയിട്ടുള്ളത്? അധ്യാപകരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറിയത്? ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇതൊക്കെ അന്ന് ചെയ്യേണ്ട, നമ്മൾ ആ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യേണ്ടതായ ഓരോ കാര്യങ്ങളാണ്. അധ്യാപകരോട് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ആ നേരത്തും കൂട്ടുകാരായിട്ടുള്ളവരും വഴിയിൽ കാണുന്നവരായിട്ടുള്ളവരോടും ഒക്കെ എങ്ങനെയാണ് നമ്മൾ പെരുമാറിയിട്ടുള്ളത്? നോക്കുക, ബസ്സിൽ കയറിയപ്പോ അതിനകത്തെ ജീവനക്കാരോട് നമ്മൾ എങ്ങനെയാ പെരുമാറിയത്? അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ വഴിയിൽ കാണുന്ന മറ്റ് കാൽനട യാത്രക്കാരോട് നമ്മൾ എങ്ങനെയാണ്, ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന മറ്റാൾക്കാരോട് എങ്ങനെയാ പെരുമാറിയിട്ടുള്ളത്? ഇത് കുട്ടിയായിരിക്കും മാത്രമല്ല, അവിടെ തൊട്ട് തുടങ്ങിയാല് വലുതാകുമ്പോഴും ഇത് തന്നെയാ. ഈ സഞ്ചാരം ടി വിയിൽ ഒരിക്കല് കണ്ടു, അയാൾ ഏതോ യൂറോപ്പിലെ ഏതോ ഒരു രാജ്യത്തൂടെ കടന്നു പോകുമ്പോൾ അവിടെ കുട്ടികൾ സംഘമായി പോകുമ്പോൾ റോട്ടിൽ ഒരു മരത്തിന്റെ താഴെ ഒരു പുഴു കിടക്കുന്നത് കണ്ടപ്പോ അവരൊരു ഇല കൊണ്ട് അതിനെ എടുത്ത് കോരി ആ മരത്തേൽ കയറ്റി വെച്ചിട്ട് കുട്ടികൾ നടന്നു പോകുന്നു. നമ്മുടെ നാട്ടിലാണ് ഈ സാധാരണയ്ക്ക് എന്താ ചെയ്യുന്നത്? അതിനെ ചവിട്ടി അരച്ചങ്ങ് പോവുകയുള്ളൂ. പക്ഷെ അവിടെയുള്ള കുട്ടികൾ ചെയ്തത് അതിനെ എടുത്ത് ഒരു പുഴു, അതിനെ കൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ശരിയാ. പക്ഷേ അതും ഈ ലോകത്ത് ജീവിക്കേണ്ട നമ്മുടെ ഒരു സഹജീവിയായിട്ട് അതിനെ കാണാൻ, അത് യൂറോപ്യന്മാര് തൊലി വെളുത്ത കൊണ്ട് അവരെല്ലാരും മുന്തിയവരാണെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ അവിടത്തെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ്. അതിനെ ചവിട്ടി കൊല്ലണം എന്നല്ല. അത് ചെറിയ ക്ലാസ്സിൽ തൊട്ട് തന്നെ അവിടെ കൊടുക്കുന്നുണ്ട് ആ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് മനസ്സിലാകുന്നുമുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് അതുപോലെയൊന്നും ആയില്ലേലും നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം എത്രമാത്രം വഹിക്കാൻ പറ്റിയിട്ടുണ്ട്? നമ്മുടെ കാഴ്ചപ്പാടുകൾ എത്രമാത്രം ഉണ്ടായിരുന്നു? നമ്മൾ പഠനത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാ കണ്ടേക്കുന്നത്? പഠിക്കുന്ന കാലത്ത് എങ്ങനെയാലും കോപ്പി അടിച്ച് ജയിക്കണം എന്നായിരുന്നോ ഉദ്ദേശിച്ചിരുന്നത്, അതോ പഠിച്ച് ജയിക്കണം എന്നായിരുന്നോ ഉദ്ദേശിച്ചത്? എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടി ജയിച്ചാൽ മതി എന്നാണോ, അല്ലെങ്കിൽ ആ വിഷയം നന്നായിട്ട് മനസ്സിലാക്കണം എന്നായിരുന്നോ? ഇപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ ഈ 4-ാം പടി ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടുന്ന കുറേ ചോദ്യങ്ങൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. അപ്പം ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് മാതാപിതാക്കളോട് നമ്മൾ പെരുമാറി തൊട്ട് സ്കൂളിൽ പോയപ്പം തൊട്ട് എനിക്ക് നമ്മൾ ചെറിയ പ്രായത്തിൽ പോയപ്പോൾ കൂട്ടത്തിലുള്ള ഒരാളുടെ ഭക്ഷണം ഇല്ലാതെ വരുമോ, അല്ലെ ഭക്ഷണപ്പൊതി താഴെ വീണ് പൊട്ടിപ്പോവുകയുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന്റെ പങ്ക് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് നമ്മളോട് ചോദിക്കാവുന്ന, ഇതൊക്കെ ഇന്നും ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇതൊക്കെ. നാട്ടുകാർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ലായിരിക്കാം, എന്നാലും ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അന്നേ അത് പരിശീലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അന്നേ നമ്മൾ ആ പരിശീലനം നടത്തിയിട്ടുണ്ടോ എന്ന്. അപ്പം അതേപോലെ തന്നെയാണ് പിന്നീട് പ്രായപൂർത്തിയായതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് ഇതേ വിളിക്കാം, മാതാപിതാക്കളുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണിത് നമ്മൾ ഇവിടെ ഈ ഫോണിന് വട്ടത്തിലിരിക്കുന്നവര്. അപ്പൊ അത് നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അപ്പൊ അതും നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമുക്കിപ്പോ പ്രായപൂർത്തിയായതിനു ശേഷം മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം നമുക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം ആയില്ലേ നമ്മൾ ടിവികളിലും അതേപോലെ തന്നെ പത്രവാർത്തകളിലുമായിട്ട് കാണുന്നില്ലേ, വയസ്സ് ചെന്ന വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാരിലെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് അറിയാതെ കടന്നു കളയുന്ന ആൾക്കാര്. എത്രയോ കേൾക്കുന്നില്ലേ, അവരുടെ സ്വത്തുക്കൾ വകകളൊക്കെ അവിടുന്ന് അവരെ മേടിച്ചെടുത്തിട്ട് അവരെ ഉപേക്ഷിച്ച് തള്ളുന്നവരെ. ഇന്നിപ്പോ സർക്കാർ നിയമങ്ങളൊക്കെ കുറെ കടുപ്പമായിപ്പോയി. ഇന്നിപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വസ്തുവകളൊക്കെ ആധാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാരം റദ്ദാക്കാൻ വരെയുമുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ നിയമത്തിൻ്റെതായ രീതിയിൽ കൂടെ കടന്നു വരുമ്പോഴത്തേനും ഇതൊക്കെ അവരുടെയൊക്കെ കാലം കഴിഞ്ഞിരിക്കും. നിയമമൊക്കെ അങ്ങനെയൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇത് നമ്മൾ നിത്യമായി കാണുന്ന ഒരു കാര്യമല്ലേ. മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം, അവരെ ശുശ്രൂഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവരെ രോഗാവസ്ഥയിൽ അവർക്ക് വേണ്ട കരുതൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയിട്ടുണ്ടോ?
പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അവർക്ക് പ്രായം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് എവിടെയെങ്കിലും ആയി കഴിഞ്ഞാൽ അവരെ ഏതെങ്കിലും മൂലയ്ക്കാക്കുക, എന്നിട്ട് പുറത്തു പോവുകയാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോവുക, ഭക്ഷണം കഴിക്കുക, ഇവർക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ കൊടുത്തു, ഇല്ലെങ്കിൽ ഇല്ല. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയെന്നുള്ളതല്ല. ചെയ്യുന്നവരുടെ കാര്യം വിടുക, ചെയ്യാത്തവരുടെ കാര്യമാണ് നമുക്ക് ആലോചിക്കേണ്ടത്. എല്ലാ ദിവസവും ചെയ്തെങ്കിലും എപ്പോഴെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അത് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? 10 പ്രാവശ്യം ചെയ്തെങ്കിലും 11ാമത്തെ പ്രാവശ്യം നമ്മൾ മനഃപൂർവ്വം അതൊരു ശല്യമാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ആ ഉത്തരവാദിത്വം ചെയ്യാതിരുന്നിട്ടുണ്ട്. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പം ഇത്തരത്തിലുള്ളതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളോട് ചെയ്യേണ്ടതായ ഒരു ഉത്തരവാദിത്തം, അത് കൃത്യമായിട്ടും നമ്മൾ അങ്ങനെയാണ്. പ്രത്യേകിച്ചും നമ്മളുടേതായ സംസ്കാരം അതിനെ വല്ലാണ്ട് ഉയർത്തിപ്പിടിക്കുന്നതാണ്. അച്ഛനമ്മമാരെ വളരെ കൃത്യമായി തന്നെ നോക്കണം, സംരക്ഷിക്കണം, അവരെ ബഹുമാനിക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. മുതിർന്നവരെ തന്നെ ബഹുമാനിക്കണമെന്നൊക്കെ ഇപ്പം പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന മുതിർന്നവരെ കാലിന് മുകളിൽ കൂടെ കവച്ച് കിടക്കാൻ പോലും പാടില്ലായിരുന്നു. അന്ന് അടി കിട്ടുമായിരുന്നു. എന്താ അപ്പൊ അതിന്റെ സിദ്ധാന്തം എന്നാന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ അതിന്റെ തത്വം എന്നാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാരണവശാലും പറ്റില്ലായിരുന്നു. അന്നൊക്കെ മുണ്ടല്ല എല്ലാവരും എടുക്കുന്ന. അതുകൊണ്ട് അധ്യാപകരെയോ മുതിർന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ മുണ്ടിന്റെ മടക്കി കുത്തഴിച്ചിട്ടോണം ഇടും. അത് അറിയാതെ അങ്ങനെ ആയിപ്പോയി, അങ്ങനെ ശീലമായിപ്പോയി. ഒരു പറക്കി പറഞ്ഞാൽ അത് ഇപ്പോഴും അറിയാതെ അങ്ങ് ചെയ്തു പോകുന്നുണ്ട്. അതങ്ങനെ അങ്ങ് ശീലിച്ചു പോയത്. അത് എന്തിനു വേണമെന്ന് വെച്ചല്ല, അവരെ ബഹുമാനിക്കുന്നു എന്നുള്ള, മുതിർന്നവരെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ ഭാഗമായിട്ട് പെടുന്ന. മുണ്ടഴിച്ച് മടക്കി കുത്തഴിച്ചിരുന്നതല്ല, അവരെ ബഹുമാനിക്കണം, അവർക്ക് ശ്രദ്ധ കൊടുക്കണം, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെതായിട്ട് നമ്മളൊരു ആചാരം എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അത് കുട്ടിയായിരിക്കുന്ന കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് മുതിർന്നു കഴിഞ്ഞാലും മാതാപിതാക്കളോട് ചെയ്യുന്നുണ്ടോ? അതേപോലെ തന്നെ കുട്ടിയായിരിക്കും നമുക്ക് പഠിക്കാൻ വിട്ടിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ ഈ നാട്ടിലെ പ്രത്യേകിച്ചുമുണ്ട്, അവര് മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുട്ടികളിലാണ്. അവരുടെ പ്രായം ചെന്ന കാലത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി, അല്ലലില്ലാണ്ട് ജീവിക്കാൻ വേണ്ടി, പട്ടിണി ഇല്ലാണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാ നടക്കുന്നത്. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അതിൻ്റെ അകത്താണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും അവരില്ലാത്ത പണം ഉണ്ടാക്കി ഒരുപാടില്ലേ, ഒരുപാട് കടക്കണിയിൽ പെടുന്നതും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അവര് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടും കോഴ കൊടുത്തും ഒക്കെ വലിയ കോളേജുകളിലൊക്കെ അഡ്മിഷൻ വാങ്ങിയെടുത്തും ഒക്കെ പോകുന്ന കുട്ടികള് അവരുടെ ആ പ്രതീക്ഷ നിറവേറ്റുന്ന തരത്തിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ മക്കളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ നമ്മളൊരു എക്കാർക്ക് മാത്രമുള്ളതൊന്നല്ല, ഈ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മൾ ആ കാലത്ത് നമ്മൾ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചോ. അന്ന് പോക്കറ്റ് മണിയായി കിട്ടിയതോ അല്ലെങ്കിൽ വീട്ടിൽ കോളേജിലെ ഫീസ് അടയ്ക്കാനോ മറ്റോ തന്ന പണം കൊണ്ട് നമ്മൾ ലഹരി വസ്തുക്കൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ? എന്നിട്ട് നുണ പറഞ്ഞ് മേടിക്കാൻ വീണ്ടും കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ പൈസ അവിടെ കൂടുതൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പൈസ മേടിച്ചിട്ടുണ്ടോ? അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഉണ്ടാവാനാണ് സാധ്യത. എല്ലാവരും അല്ലെങ്കിലും വലിയ തോതിൽ അല്ലെങ്കിലും ഒക്കെ ചെറിയ തോതിൽ കുറച്ച് പേരെങ്കിലും അതൊക്കെ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുമുണ്ട്. നമുക്ക് പിന്നീട് മദ്യാസക്തിയുടെ കാലത്ത് വന്നപ്പോഴും ഇത് തന്നെയല്ലേ നമുക്ക് പറ്റിയേക്കുന്നത്. എല്ലാവരും എത്രമാത്രം പ്രതീക്ഷയോട് കൂടിയായിരിക്കും ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടാകുക. വിവാഹം കഴിക്കുന്ന പുരുഷനും സ്ത്രീയും രണ്ടുപേർക്കും പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. മാതാപിതാക്കളോട് കാണിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്തതാണത്. മാതാപിതാക്കളെ നമ്മൾ സെലക്ട് ചെയ്തതല്ല, അത് നമുക്ക് ജന്മനാ കിട്ടിയതാണ്. പക്ഷെ നമ്മുടെ ഭാര്യയും നമ്മൾ സെലക്ട് ചെയ്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളും നമ്മൾ സെലക്ട് ചെയ്തതിനകത്ത് പെടുന്നതാണ്. ആ സെലക്ഷനിൽ കൂടെയാണ് കുട്ടികൾ വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുത്ത നമ്മളുടെ കുടുംബമാക്കി മാറ്റിയ നമ്മളുടെ ഭാര്യയോട് നമ്മൾ എത്രമാത്രം ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്? നമുക്ക് നമ്മളോട് ചോദിക്കാവുന്ന കാര്യമുള്ളൂ. എത്രമാത്രം അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് നമുക്ക് അവരെ പരിപാലിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവരെ പരിഗണിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവരോട് സ്നേഹം കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവരെ ചെറിയ ചെറിയ തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവര് സമൂഹത്തിൽ നല്ല ഒരാളായി മാറുന്നതിന് അവരെ നമ്മൾക്ക് അതിനുവേണ്ടി സഹായിക്കാൻ പറ്റിയിട്ടുണ്ടോ?
അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും അതിനകത്ത് കാര്യമായ ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന മറുപടി ആർക്കും തന്നെ ഇല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറെ അധിക കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക തന്നെയാണ് ചെയ്തത്. ആ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല. വിവാഹം കഴിഞ്ഞു വരുന്ന ഭാര്യമാരൊരിക്കലും തന്റേടികളോ പ്രശ്നക്കാരോ തറുതല പറയുന്നവരോ ഒന്നും അല്ലായിരുന്നു. എങ്ങനെയാണ് എപ്പോഴാണ് അവരിങ്ങനെ ആയത്? അവരെ ആരാ അങ്ങനെ ആക്കിയത്? ഇന്നിപ്പോ അതൊരു ആരോപണമായിട്ട് അതൊരു സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു ആരോപണം. മദ്യാസക്തരായിട്ടുള്ള ഭർത്താക്കന്മാരെല്ലാവരുടെയും പറയുന്നതാണ് ഭാര്യനെ ഒന്ന് പറഞ്ഞ് നേരെയാക്കി തരണമെന്ന്. ഭാര്യയോട് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് അയാള് വർഷങ്ങളായിട്ട് വീട്ടിൽ ഒരു പണിയും എടുക്കാറില്ല, പക്ഷെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഇതാര് കൊണ്ടുവരുന്നു എന്നുള്ള. ഇപ്പോഴത്തേനും കുട്ടികളൊക്കെ വളർന്നു പോയും അല്ലെ ഭാര്യ തൊഴിലുറപ്പിന് പോയിട്ടായാലും വേണ്ടുകല വീട്ടിൽ ഭക്ഷണം ഉണ്ടാകണം. അത് നല്ലതായിരിക്കണം, നിർബന്ധമാണ്. ഇത്തരം നിർബന്ധങ്ങളും നിബന്ധനകളും ഒക്കെ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതല്ലാണ്ട് എത്രയോ ഭാര്യമാരത് പറഞ്ഞിരിക്കുന്നു. വീട്ടിൽ കൂടുതൽ കലഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഒരു വഴക്കും വക്കാണോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അയൽവക്കംകാർ അറിയാതിരിക്കാൻ വേണ്ടി, വീട്ടിലെ പാത്രങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങ് സഹിക്കുകയാണ് എന്ന്. ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവരെ ഇങ്ങനെ ഒരു സഹനം കൊടുക്കാൻ വേണ്ടിയാണോ കൂട്ടിക്കൊണ്ട് വന്നത്? ആ വാക്ക് പറഞ്ഞാണോ നമ്മൾ അവരെ മാതാപിതാക്കളോട് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ഭാര്യയായി പോരട്ടെ, എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച് നാട്ടുകാരും സമൂഹവും ഒക്കെ അറിഞ്ഞ് രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അവരെ വിവാഹം ചെയ്തുകൊണ്ട് വന്നത്? നമ്മളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എയിൽ വന്നതിന് ശേഷം ഒരുപാട് പേര് ആ കാര്യത്തിൽ വലിയ ഖേദം പ്രകടിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ പറ്റിയില്ല. എങ്കിൽ പോലും ഞാൻ അതൊരു നല്ല ലക്ഷണമായിട്ട് കാണുന്നു. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായി. ഈ പറയുന്നത് എനിക്കും അത് പറ്റിയതല്ല. എയിൽ വന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടാകാനും കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്യാനും പറ്റിയത്. അല്ലെങ്കിൽ അവർക്കൊരു തലവേദന വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാരമില്ല, എന്തെങ്കിലും നാട്ടുമരുന്ന് പറഞ്ഞു കൊടുക്കും, എന്തെങ്കിലും അതോ അരച്ച് നെറ്റിയിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അല്ലാണ്ട് അവർക്ക് ഒരു സമയത്ത് അവരെ ആശുപത്രി കൊണ്ടുപോകാനോ ഡോക്ടറെ കാണിക്കാനോ മരുന്ന് വാങ്ങിക്കൊടുക്കാനോ ഒക്കെ അതൊരു ഗതിയില്ലാണ്ടാകുമ്പോഴേ അതൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഏത് രോഗം വന്നാലും അതതിന്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് തുടങ്ങിയിട്ട് അവർക്ക് കൃത്യമായ രീതിയിലുള്ള അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതല്ലേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എവിടെ ഭർത്താവ് എന്ന ആള് ആ വീട്ടിലുണ്ടോ? അവർക്ക് സുഖമായിട്ട് അവർക്കും കുട്ടികൾക്കും അവിടെ കിടന്നുറങ്ങണമെങ്കിൽ പണ്ട് കാലത്ത് കേട്ട ഒരു ഷെയറിങ് ഞാൻ പറയും. ഇതൊന്നും ഞാൻ കെട്ടിച്ചമച്ച് പറഞ്ഞല്ല. ഒരു ഭർത്താവ് തന്നെ വന്നൊരു സുഹൃത്ത്, അയാൾ ഇപ്പോൾ ഉണ്ടോ ഇല്ലോന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ ഒരു സ്ഥലത്തുനിന്ന് കേട്ടത്. അയാൾ പറയുന്നത് അയാള് തലേ ദിവസം രണ്ടുപേരും ഭാര്യയും ഭർത്താവും അറിയപ്പെടുന്ന നല്ലൊരു ജോലിക്കാരാണ്, രണ്ടുപേരും അഡ്വക്കേറ്റുമാരാ. അപ്പൊ അയാള് പറയുകയാണ്, അയാൾ വന്ന് ഷെയർ ചെയ്താണ്, അയാള് വീടിന്റെ പുറത്ത് വരാന്തയിലാണ്, അവിടുത്തെ ഒരു സെറ്റി കിടപ്പുണ്ട്, അതേ കിടന്ന് ഉറങ്ങിപ്പോയി. രാത്രി വന്നതാണ്, വീട്ടുകാരെ വിളിച്ചുമില്ല, അയാൾ അവിടെ കിടന്ന് ഉറങ്ങി. രാവിലെ നോക്കുമ്പോൾ വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടുണ്ട്. ഇയാൾ പതുക്കെ തലപൊക്കി നോക്കുകൊണ്ട് ഭാര്യയും രണ്ടു ചെറിയ മക്കളാ ഉള്ളത്, രണ്ടുപേരാണ് വന്ന്. ഇയാൾ അവിടെ കിടക്കുന്നത് ശ്രദ്ധിച്ചു പോലും നോക്കിയിട്ടില്ല. നേരെ പോയി വീടിന്റെ സൈഡിലുള്ള പട്ടിക്കൂട് തുറന്ന് പട്ടിക്ക് കൊണ്ടേ ഭക്ഷണം കൊടുത്തു. നേരെ തിരിച്ച് അതേപോലെ പോകുമ്പോൾ പിള്ളേര് ചോദിച്ചു, അതെന്താ മമ്മി രാവിലെ തന്നെ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അപ്പം അമ്മി എങ്ങോട്ടും ഇല്ലാത്ത ഒരു അശരീരി പോലെ ഒരൊറ്റ പറച്ചിലാണ്, ഇപ്പൊ നമ്മുടെ ഡാഡി അതല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സംരക്ഷണത്തിലാണ് നമ്മളിവിടെ സ്വസ്ഥമായി കിടന്നുറങ്ങിയത്. അല്ലാണ്ട് ഈ മുറ്റത്ത് അല്ലെങ്കിൽ ഈ വരാന്തയിൽ സെറ്റിയിൽ കിടക്കുന്ന ഇരിയാനെ കണ്ടിട്ടല്ല എന്ന് പറഞ്ഞു. പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. കൂട്ടിൽ കിടക്കുന്ന നാൽക്കാലിയാണ് ഇവരെ സംരക്ഷിച്ച് നിർത്തുന്നത്. അതുകൊണ്ട് അതിന് ഭക്ഷണം കൊടുക്കുക. ഇയാൾക്ക് കട്ടൻ ചായ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എവിടെ എത്തി നിൽക്കുന്നു എന്ന്, സമൂഹത്തിൽ നല്ല സ്ഥാനമുള്ള നല്ല ഒരു വിദ്യാഭ്യാസമുള്ള നല്ലൊരു ജോലിയുള്ള ഒരു ഭർത്താവ് അല്ലെങ്കിൽ കുടുംബനാഥൻ, അയാള് ആ കുടുംബത്തോട് ചെയ്യുന്ന എന്താ? അയാൾ വന്നത് ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാകുമായിരിക്കും, ഇല്ലായിരിക്കാം. കാരണം എന്തായാലും ഒച്ച ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വന്നത്. ഇനിയിപ്പോ എന്തായാലും വേണ്ടില്ല,
അയാളൊട്ട് വാതിൽ മുട്ടിയിട്ടുമില്ല, അവരൊട്ട് വാതിൽ തുറന്നിട്ടുമില്ല. അയാളെ കാത്തിരിക്കേണ്ട, അയാളുടെ സംരക്ഷണത്തിൽ കിടക്കേണ്ട ആ വീട് അയാൾക്ക് 2 കാലം നടക്കുന്ന, അയാളുടെ സംരക്ഷണത്തിൽ അല്ല 4 കാലം നടക്കുന്ന ഒരു നായയുടെ സംരക്ഷണത്തിൽ ജീവിക്കേണ്ട ഗതികേടിലായി എന്നൊരു ഭാര്യ. അവരെത്രമാത്രം അയാളോടുള്ള പ്രതിഷേധവും വെറുപ്പുമാണ് ആ പറഞ്ഞ വാക്കുകൾ എന്നുള്ളത്. ഞാനിത് ഒന്നും കൂട്ടിച്ചേർത്ത് പറഞ്ഞല്ല, സത്യസന്ധമായിട്ട് ഇത് പറയുന്നത്, ഇത് അനുഭവിച്ച ഭർത്താവാ പറയുന്നത്. മീറ്റിങ്ങിൽ വന്ന് ഷെയർ ചെയ്ത കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടത് അവരടുത്ത്. എനിക്ക് അവരെ ഇപ്പൊ ഞാൻ അയാളെ മുഖം പോലും ഓർക്കുന്നില്ല. അയാൾ ആരാ, എന്താ, എവിടെയാ, ഇപ്പൊ ഇതിനകത്ത് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയത്തില്ല. കുറെ അധികം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാകണം. അപ്പൊ അതാണ് പറയുന്നത്. നോക്ക്, നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചു തന്ന മറ്റൊരു, നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണല്ലോ, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു തന്ന അവരുടെ മാതാപിതാക്കളോട് നമ്മൾ എന്ത് പറയണം? ഇവരൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു തന്ന ആളിതാ ഈ കോലമാണെന്നുള്ളത്. അപ്പൊ അവിടെ നമ്മുടെ ഉത്തരവാദിത്വം എവിടെ പോയി? നമുക്ക് എത്രമാത്രം അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? തീർച്ചയായിട്ടും അവിടെയും നമ്മളെ ഒരുപാട് പാളിപ്പോയി. നമ്മുടെ ഉത്തരവാദിത്തം കൃത്യമായി നമുക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ വളർച്ചയിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളായിരുന്നു. അവർക്ക് സമയത്ത് കൃത്യമായ രീതിയിൽ ഭക്ഷണം കൊടുക്കാനോ, അവർക്ക് വിശന്നിട്ടുണ്ടാകുകയായിരിക്കും, ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ കൊണ്ടേ കൊടുത്തിട്ടുണ്ടാകുമായിരിക്കും. അതല്ല, ആ കുട്ടിക്ക് വേണ്ടത് അതൊന്നും അല്ല. അത് മാത്രമല്ല, അവർക്ക് ഒരുപാട് ഒരുപാട് മറ്റ് ആവശ്യങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ ഉള്ള അവസരം കൊടുത്തിട്ടുണ്ടോ? അവർ പറയുന്നുണ്ടല്ലോ, അവർക്ക് അവരുടേതായ പരിഭവങ്ങൾ ഉണ്ടാവും, പരാതികൾ ഉണ്ടാവും. എത്രയോ ആൾക്കാരുടെ കേൾക്കുന്ന ഒന്നാണ്, ഒരു കുട്ടിയുടെ പോലും അച്ഛൻ PTA മീറ്റിങ്ങിന് പോയി ചെല്ലാറില്ല മിക്കവാറും, പ്രത്യേകിച്ചും മദ്യാസക്തരായിട്ടുള്ളവരുടെ. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്, അവരാരും ഇല്ല, ഇതുവരെയും പോയിട്ടില്ല എന്നാ പറഞ്ഞത്. PTA മീറ്റിങ്ങിന് അവർ പോകേണ്ട കാര്യമില്ല, അമ്മ പോകുന്നുണ്ട്. പിന്നെ മക്കള് പ്രത്യേകം പറയാറുണ്ട്, അമ്മ വന്നാ മതി എന്ന്. കാരണം അച്ഛൻ വരുന്ന കോലം എന്താന്നുള്ള ഒരു ഉറപ്പുമില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരൊട്ട് പോയിട്ടുമില്ല, അവർ വരുന്നതിനോട് പറഞ്ഞ് അവർക്ക് ഇതില്ല. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും കുട്ടികളോട്, മറ്റു കുട്ടികൾ ഒരു പക്ഷേ ചോദിച്ചിട്ടുണ്ടോ, എന്തേ നിന്റെ അച്ഛൻ വരാത്തതെന്ന്? അവരെന്തായിരിക്കും അതിന് മറുപടി പറഞ്ഞില്ല? അച്ഛൻ തളർന്നു കിടക്കുകയാണെന്നോ, അല്ലെ അച്ഛൻ ഗൾഫിൽ പോയതാണെന്നോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലേ മറുപടി പറഞ്ഞിട്ടുണ്ടാകുക. അപ്പം അവിടെയും നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം, അവരുടെ പഠന കാര്യങ്ങളിൽ അവരുടെ എന്താ, അവരുടെ തലച്ചോറിന്റെ വികാസം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട തരത്തിലുള്ള നല്ല കാര്യങ്ങൾ അവരിലേക്ക്, നല്ല അറിവ് അവരുടെ കയ്യിലേക്ക് കൊടുക്കേണ്ട സമയത്ത് അവരെ കൊണ്ട് നുണ പറയിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും അത് നമുക്ക് ശരിയായ രീതിയിൽ അവരെ നമുക്ക് നേർവഴിക്ക് നയിക്കാൻ പറ്റിയിട്ടില്ല. അവരെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല. എങ്ങനെയാ നമ്മൾ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക? രണ്ട് പറയുന്നവരല്ലേ, രണ്ട് മക്കളോട് പറയുന്നത്, നീ എല്ലാവരെ പോലെ നീ മുമ്പോട്ട് നടക്കാൻ പറഞ്ഞപ്പം മക്കള് പറഞ്ഞു, എന്നാ അമ്മയൊന്ന് കാണിച്ചുക, ഈ മുമ്പോട്ട് നടക്കുന്ന പരിപാടി എങ്ങനെയാണെന്ന് കാണിച്ചാന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ അമ്മ പുറകോട്ട് അല്ലെ സൈഡിലേക്കാ നടക്കുന്നത്? പിന്നെ എങ്ങനെയാ രണ്ടിന്റെ മക്കൾ എങ്ങനെയാ മുമ്പോട്ട് നടക്കുക? പിന്നെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് അനുസരിപ്പിക്കാൻ കഴിയുന്ന എവിടുന്ന? അപ്പൊ അവിടെയും നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ കൃത്യമായി നിർവഹിച്ചിട്ടില്ല. അവർക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടോ പഠനത്തിന്റെ കാര്യത്തില്? ഇന്ന വിഷയം പഠിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെ അവരുടെ അഭിരുചി എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കോടെ പണം കൊടുത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു സീറ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ ആ കുട്ടിക്ക് അതാണോ പഠിക്കേണ്ട വിഷയമെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? അത് അയാൾക്ക് വേണമെന്നുള്ളത്, നമുക്ക് ഏത് വിഷയമാണ് പഠിക്കേണ്ടത്, ഏതിനാണ് അയാൾക്ക് ഇഷ്ടമുള്ളതെന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? അവിടെയും നമ്മൾക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ ഇത് എല്ലാവരും അങ്ങനെ ചെയ്തു എന്നല്ല കേട്ടോ ഇതിന്റെ അർത്ഥം. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഇത് ഏയക്കാർക്ക് മാത്രമുള്ളതും അല്ല, അല്ലാത്തവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷെ ഏയക്കാരിൽ അത് കൂടുതലായിട്ടുണ്ട്, അല്ലെങ്കിൽ മദ്യാസക്തരിൽ അത് കൂടുതലാണ് എന്ന്. ഇന്ന് ഏയക്കാരായിട്ടുള്ളവരെല്ലാം ആ കാര്യത്തിൽ ഖേദിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. മദ്യാസക്തരായിട്ട് ഇപ്പോഴും അതിൽ നിന്ന് കരകയറാതിരുന്നവർ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുമില്ല. അവരിപ്പോഴും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. അത് അവരുടെ ഉത്തരവാദിത്തം സമയാസമയത്ത് വേണ്ട കുറച്ച് പൈസ ഉണ്ടാക്കുക, അതുകൊണ്ട് കുടിച്ച് എങ്ങനെയും വീട്ടിൽ പോവുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രം അവർ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട്
അവരുടെ മുമ്പിൽ അവർക്കൊരു റോൾ മോഡൽ ആവാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? അത് ചെയ്തിട്ടില്ല. നമുക്ക് റോൾ മോഡൽ ആയിരിക്കേണ്ടതാണ്. അത് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതെല്ലാം തരത്തില്? എന്തായാലും കുട്ടികൾ മാതാപിതാക്കളെ കണ്ടു തന്നെയാണ് വളരുന്നത്. അവരിൽ കൂടെ തന്നെയാണ് അവര് ലോകത്തെ നന്നായിട്ട് അറിയാൻ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് അവിടെ റോൾ മോഡൽ ആവാനുള്ള വലിയ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. പലപ്പോഴും അത് കൈവിട്ടു പോയി, അല്ലെങ്കിൽ അത് കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞില്ലേ? എത്രയോ മദ്യാസക്തരുടെ മക്കൾ നല്ല ഉയർന്ന രീതിയിൽ പഠിച്ചൊക്കെ പോയിട്ടുണ്ട്. അവരെങ്ങനെയൊക്കെയോ ആ വഴി കൂടെ എത്തിപ്പോയതല്ലാണ്ട് കൃത്യമായിട്ട് അച്ഛൻ്റെയോ, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കൃത്യമായ ആ കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ശിക്ഷിക്കാൻ വേണ്ടി മാത്രം ചെല്ലുന്ന ഒരു അച്ഛനായിട്ട് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷയിൽ തന്നെ പോയി അവസാനിക്കുന്നത് പലപ്പോഴും. അപ്പൊ അവിടെയും നമുക്ക് കുട്ടികൾ ഭയപ്പാടോടെ നോക്കുന്ന ഒരു അച്ഛനാണോ, അതോ അച്ഛനെ കാത്തിരിക്കുന്ന മക്കളെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അതിനകത്ത് വേണ്ടത്. ഇവിടെയൊക്കെ അതിനകത്ത് വേണ്ടത് ഈ രീതിയിലേക്ക് നമുക്ക് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നല്ല റിസൾട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും അവർക്ക് ഉചിതമായ ഒരു ജോലിയിൽ അവർക്ക് എത്തിപ്പെടണം. സർക്കാർ ജോലിയോ ഗവൺമെന്റ് ജോലിയോ അല്ലാത്തോ ഇല്ലേ, അവർക്കൊരു വരുമാന മാർഗത്തിലേക്ക് എത്താന്. അതിപ്പോ ജോലി തന്നെ വേണമെന്നില്ല, ബിസിനസ് ആവാമല്ലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംരംഭങ്ങളാവാമല്ലോ, ഏതും ആവാം. പക്ഷെ അതിന് അവരെ പ്രാപ്തരാക്കാൻ പറ്റിയിട്ടുണ്ടോ? അതിന്റെ വരും വരായികളെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാനോ അതിന് വേണ്ട തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയും നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ എല്ലാവരും മോശക്കാരായി പോയി എന്നൊന്നും അതിന്റെ അർത്ഥമൊന്നുമില്ല. നമുക്ക് ഈ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. എത്ര നേരം എന്ന് പറഞ്ഞാലും തീരില്ല. നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് നമ്മൾ അവർക്കൊരു നല്ല ജീവിത പങ്കാളിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ രീതി ഇപ്പൊ എന്താ പറഞ്ഞാൽ ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. എങ്കിൽ പോലും അവർക്ക് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എന്താ ആലോചിച്ച് നടക്കുന്ന വിവാഹങ്ങളാണ് നടക്കുന്നത്. അല്ലാത്ത നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ശതമാനക്കണക്കിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അല്ലാത്തത് തന്നെയാണ് ഇപ്പം. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ വീട്ടുകാർ അത് പിന്നീട് അത് ആലോചിച്ച് നടത്തി കൊടുക്കുന്നതാണ്. പക്ഷെ അവർക്കത് വേണ്ട വിധത്തിൽ സഹായം ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ ഈ പ്രേമ വിവാഹങ്ങളൊക്കെ ബഹുഭൂരിപക്ഷവും പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരുടെ വീട്ടുകാരുടെ നിന്ന് അവർക്ക് സപ്പോർട്ടില്ല. ഒരു ചെറുക്കനും പെണ്ണും കൂടെ ഒളിച്ചോടി പോയിട്ട് അവരുടെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ രണ്ട് വീട്ടുകാരും അവരെ വീട്ടിലേക്ക് അടുപ്പിക്കില്ല. അവർക്ക് വേണ്ട സഹായം കിട്ടാതായി കഴിയുമ്പോൾ അവര് വഴിയിൽ വെച്ച് വീണു പോകും. കുറച്ച് കഴിയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാനും, നീ കാരണമാണ് ഞാൻ ഇങ്ങനെയായിരുന്നു, നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെയായിരുന്നു, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴി പറഞ്ഞ് അവരെ അവിടെയും മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയപ്പോൾ കണ്ടത് അങ്ങനെ തന്നെയാ. അപൂർവം ചിലര് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നവര് എന്നിട്ട് പോലും ചിലര് പരാജയപ്പെട്ടു പോയി. നമ്മുടെ നാടിന്റെ സംസ്കാര രീതി അങ്ങനെയാണ്. നമുക്ക് സമൂഹത്തിന്റെ വലിയ സപ്പോർട്ടിലാണ് നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റാത്തൊരു തരത്തിലാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല ശമ്പളമുള്ള ജോലി ഉണ്ടായിരുന്നിട്ട് പോലും പലരും ഇതിനകത്ത് പരാജയപ്പെട്ടു പോയി. കാരണം ചെറിയ കല്ലുകടി ഉണ്ടായപ്പോൾ പരസ്പരം പഴി ചാരാൻ തുടങ്ങി. ഇവിടെ മാതാപിതാക്കളുടെ സപ്പോർട്ട് ഇല്ലാതെ പോയത് അവിടെ, അല്ലെങ്കിൽ ആ സമൂഹത്തിലെ അവരുടെ ബന്ധുമിത്രാദികളുടെ സപ്പോർട്ട് ഇല്ലാതെ പോയതാണ്. അപ്പം ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയാൽ പോലും നമ്മുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്. അവർക്ക് വേണ്ട സമയത്ത് വേണ്ട തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാനും അവർക്ക് ഇപ്പം മുതിർന്നവരായിക്കോട്ടെ, വിവാഹം കഴിച്ച് മക്കളായവരായിക്കോട്ടെ, പക്ഷെ അവരും വീഴുമ്പോൾ അവർക്ക് താങ്ങായിട്ടൊരാൾ വേണം. അത് മാതാപിതാക്കളാണെന്ന നിലയ്ക്ക് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അവിടെയും നമ്മൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് തന്നെയാണ്. അപ്പം ഒരു പിന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏതെങ്കിലും നല്ലൊരു കോഴ്സിന് ചേർത്തു എന്നാൽ മാത്രം പോരാ. പലതരത്തിലുള്ള അവരുടേതായ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാൻ അവർക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പൊ LKG പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഇപ്പം കൗൺസിലർമാരുടെ ആവശ്യമാണ് വരുന്നത്. എല്ലാവർക്കും ടെൻഷനാണെന്നാ പറഞ്ഞത്. LKG പഠിക്കുന്ന കുട്ടിക്കും എന്താ പ്രശ്നം ചോദിച്ചാൽ ഭയങ്കര ടെൻഷനാണെന്ന് പറഞ്ഞത്. അതാണ് ഇപ്പൊ ഇപ്പോഴത്തെ ലോകം അങ്ങനെയാ നിൽക്കുന്നത്. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ സഹായമില്ലാണ്ട് ആരെ കൊണ്ട് എങ്ങനെ നിൽക്കാൻ പറ്റും? അപ്പൊ അവിടെയൊക്കെ നമ്മൾക്ക് നമ്മുടേതായ ഒരു
ഉത്തരവാദിത്തമുണ്ട് എന്ന്. ആട്ടെ, നമ്മളിപ്പോ അതുപോലെ ആ വീട്ടിലെ കാര്യം വിട്ടെ, ബാക്കിയുള്ള നമ്മുടെ ജോലി സ്ഥലത്ത് എങ്ങനെയാണ് നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത്? കൃത്യസമയത്ത് ജോലിക്ക് പോകാറുണ്ട്, ചെല്ലാറുണ്ടോ? കൃത്യമായി നമ്മുടെ ജോലികൾ ചെയ്യാറുണ്ടോ? സർക്കാർ ഓഫീസിലെ കാര്യം വിടുക, അതവിടെ ആരും തന്നെ ചെയ്യാറില്ല. കാരണം അതും തെറ്റ് തന്നെയാണ്. ശമ്പളം വാങ്ങുന്ന പൊതുജനത്തിന്റെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്നവർ കൃത്യമായി ജോലി ചെയ്തിരിക്കണം എന്നുള്ളതുണ്ട്, നിർബന്ധമാണ്. സർവീസ് നിയമങ്ങളിൽ അതുണ്ട്. പക്ഷെ എത്ര പേരുണ്ട് അത് ചെയ്യുന്നവര്? ആർക്കും അത് അവകാശപ്പെടാൻ കാണില്ല. അല്ലെങ്കിൽ പൊതുജനത്തിന്റെ പണം ദൂർത്തടിക്കാൻ പാടില്ല എന്നുള്ള അറിവുള്ളവർ എത്ര പേരുണ്ട്? അപ്പൊ നമുക്ക് അവിടെയും നമ്മുടെ കൃത്യമായ രീതിയിൽ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. എന്തെല്ലാം നമ്മളൊരു ഉത്തമ പൗരൻ എന്ന നിലയ്ക്ക് നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മുടെ റോഡോ മറ്റു സ്ഥലങ്ങളോ ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. അവരുടെ പരിസരത്തെ പ്രദേശത്തെ ഭാഗങ്ങൾ കൊണ്ട് പുല്ലൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി നിർത്തേണ്ട അതാത് വീട്ടുകാരുടെ ചുമതലയാണെന്ന്. അതൊരു നിയമമൊന്നുമില്ല, ചെയ്തില്ലെങ്കിൽ ആരെയും പോലീസ് കേസൊന്നും ഇല്ല. പക്ഷെ അവരത് ചെയ്തിരിക്കാതെ അവരുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. നമുക്ക് അങ്ങനെയല്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതില് ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ഇപ്പം കഴിഞ്ഞ പ്രളയത്തിന് മറ്റായിരുന്നു ഇവിടെ പട്ടാമ്പി പാലത്തിന്റെ മുകളിൽ മറ്റേ ലക്ഷക്കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികൾ വന്നടിഞ്ഞു. ഇത് എവിടുന്നാ വന്നത്? എവിടേക്കോ കിടന്ന സാധനങ്ങള് പട്ടാമ്പിയിലോ ഗുലാമന്തോളോ അവിടെയായിട്ടാണ് വന്നത്. ഗുലാമന്തോളാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏതായാലും അതിന്റെ മുകളില് ഇത്രയും കുപ്പികൾ വന്നിട്ട് നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ സാധനമാണ് ഇവിടെ വന്നത്. അതുകൊണ്ടാണ് അത്രയും കുപ്പികൾ. അവിടെ എന്തോ പ്രത്യേക ചുഴിയോ എന്തോ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും അതിന്റെ മുകളിൽ വന്ന് അടിക്കാൻ കാരണം. പേപ്പറിൽ അന്ന് ഫോട്ടോ വന്നത്. പക്ഷെ അതിനേക്കാൾ തമാശ എന്താന്ന് വെച്ചാൽ അത് വാരി കളയല്ലത്, അത് നേരെ പുഴയിലേക്ക് തന്നെ തള്ളുക ചെയ്തത്. പഞ്ചായത്ത് അധികാരികൾ ചെയ്ത പണി അത് ഞാൻ അന്ന് കേട്ടാ കേട്ടോ, ഞാൻ പോയി കണ്ടോന്നല്ല, ഒരു പുഴയിലേക്ക് തള്ളി എന്നുള്ളതും അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഇനിയിപ്പോ അതിനകത്ത് കുറെ മാറ്റിയോ എന്നുള്ളത് അതിനകത്ത് തർക്കത്തിനൊന്നുമില്ല. പക്ഷെ എന്നായാലും നമ്മൾ ചെയ്തതാണ് ഈ പറഞ്ഞ ചണ്ടികളും മറ്റു സാധനങ്ങളും വലിച്ചെറിഞ്ഞ, അത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടല്ലേ? ഒരു റോഡ് സൈഡിലെ ഒരു കാനയിൽ കിടക്കുന്ന വെറും 50 പൈസയുടെ നമ്മൾ സാധനങ്ങൾ വാങ്ങി തൂക്കി പിടിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറിന് 60 ലിറ്റർ വെള്ളം തടയാനുള്ള കഴിവുണ്ടെന്നാ പറയുന്നത്. 60 ലിറ്റർ വെള്ളം. ആ കൂടിൻ്റെ അകത്ത് ആപ്പാടെ 2 ലിറ്ററോ 3 ലിറ്ററോ കൊള്ളുള്ളൂ. അതല്ല, അത് വഴിയിൽ അതിനകത്ത് വെക്കുന്ന ഒരു കമ്പയിലോ മറ്റോ അത് തടയുകയാണെങ്കിൽ അതിന്റെ മേലേക്ക് 60 ലിറ്ററോളം വെള്ളം തങ്ങി നിൽക്കും. അപ്പൊ ആ ഓടയിൽ അത്രയും വെള്ളം തങ്ങാനുള്ള കാരണമാണ് ഈ പറഞ്ഞ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു പ്ലാസ്റ്റിക് കവറാണ്. നമ്മളിതൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതല്ല. നമ്മളിങ്ങനെ കുറെ ആൾക്കാർ അതിനൊക്കെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി ചിന്തിക്കുക. നമ്മൾ എത്രയോ കാര്യങ്ങളിൽ നമ്മൾ മാറിപ്പോയി. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ചിലരൊക്കെ നിയമത്തെ ഭയപ്പെട്ടിട്ടും അല്ലാതെയൊക്കെ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാനിപ്പോ കണ്ടേക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം പൊതുനിരത്തിൽ അങ്ങനെ വാഹനങ്ങൾ അതിയായി ഹോൺ അടിക്കാറില്ല. ഇതെല്ലാം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് കേൾക്കണ്ടേ? വളരെ കുറവാണ്. ഇപ്പം ലൈൻ ബസ്സുകാരും അങ്ങനെയുള്ളവർ മാത്രമാണ് അങ്ങനെ ഹോൺ അടിക്കുന്നത്. അല്ലാതെ പോകുന്ന കാറുകളും മറ്റു വാഹനങ്ങളും എന്താന്ന് എനിക്കറിയത്തില്ല. ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം വന്നിട്ടുണ്ടാവും. ഹോൺ അടിക്കുന്ന ഒരു മാനക്കേടാ. അല്ലെങ്കിൽ മുമ്പിൽ പോകുന്ന വാഹനം വെറുതെ നമുക്ക് വേണ്ടി ബ്ലോക്ക് ഇട്ട് നിൽക്കല്ല, അവന് മുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവൻ അവിടെ നിൽക്കുന്നത്. അവന്റെ പുറകിൽ പോയി നിന്നിട്ട് നമ്മൾ ഹോൺ അടിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ വളരെ കുറവാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ നിരത്തുകളിൽ ഹോൺ അടിക്കല് കുറവ്. അപ്പൊ നമ്മൾ ഒരുപാട് മാറുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്ഥലവും നമ്മുടെ നാടും ഒക്കെ നമ്മൾ വൃത്തിയാക്കി വെക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ അറിയാതെങ്കിലും നമ്മുടെ ഭാഗത്തേക്കുണ്ട്. ഇതേപോലുള്ള കുറെ കാര്യങ്ങളിൽ നമ്മൾ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടോ? നമ്മുടെ ഈ സംസ്കാരം പോലെ ആയി മാറ്റിയേക്കായിരുന്നു കുറെ ഇതില്. നമ്മുടെ പഴയ മുദ്രാവാക്യമില്ലേ, അതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതൊന്നല്ല, അതിനകത്ത് ഇവിടെ രാഷ്ട്രീയം പറയാൻ വേണ്ടില്ല. പണ്ട് കാലത്തുണ്ടായിരുന്നല്ലോ, വിദ്യാർത്ഥികൾ സമരങ്ങളിലെയും അല്ലാതെ കൊണ്ട് അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിച്ചു പൊളിച്ച് നിരത്തും ഞങ്ങൾ. ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം എന്താ? അത് നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കാതെയും കൂട്ടി യോജിപ്പിച്ചും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. പക്ഷെ നമ്മൾ നമ്മുടെ യുവതലമുറയ്ക്ക് മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതും നമ്മളെ ഉത്തരവാദിത്വം തന്നെയല്ലേ? നമ്മളുടെ പുറകെ വരുന്ന തലമുറയ്ക്ക് നല്ല മാർഗനിർദ്ദേശം കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അതും നമ്മളെ
ഉത്തരവാദിത്വം നമ്മൾ വിട്ടുപോകുന്നുണ്ട്. അപ്പൊ ഒരു ഉത്തമ പൗരനായി നിൽക്കണമെങ്കിൽ രാജ്യത്തിന്റെ നിയമങ്ങൾ, നമ്മൾക്കതിനകത്ത് ചിലത് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ രാജ്യത്ത് ഒരുപാട് ആൾക്കാരുടെ പൊതുവായ ആവശ്യത്തിന്റെ ഫലമായിട്ടാണ് ഓരോ നിയമങ്ങളും ഉണ്ടാകുന്നത്. അത് പിന്നീട് അതിന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, അല്ലാണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് നിയമങ്ങളൊന്നും മാറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് വെച്ചാൽ അത് മഹാഭൂരിപക്ഷത്തിനും അതാണ് ഉചിതം. അതുകൊണ്ടാണ് ഓരോ നിയമങ്ങളും അങ്ങനെ വന്നത്. പക്ഷെ പിന്നീട് ആ ഭൂരിപക്ഷം ആൾക്കാർ ആ നിയമം അല്ല വേണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റങ്ങൾ വരുത്തുന്നുമുണ്ട്. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ആ മാറ്റങ്ങൾ വരുത്തിയേക്കുന്നത്. അപ്പൊ പൊതു നിയമങ്ങൾ നമ്മൾ അനുസരിക്കാൻ നമ്മൾ ഉത്തരവാദപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ നല്ല ഐക്യത്തോടെയും ശക്തമായ ഒരു രാഷ്ട്രമായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിയമങ്ങൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു, അല്ലാണ്ട് വെറുതെ അല്ല. കാരണം ജനാധിപത്യ ഭരണത്തിൽ നമ്മൾ തന്നെയാണല്ലോ ഭരണകർത്താക്കള്. നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ചവർ നമുക്ക് വേണ്ടി ഭരിക്കുകയാണല്ലോ, അല്ലാണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി അല്ലല്ലോ. അവിടെയും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം കൃത്യമായ രീതിയിൽ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അതേപോലെ നോക്കട്ടെ, പൊതു നിയമങ്ങളുടെ ഭാഗം പറഞ്ഞു. നമുക്ക് നമ്മുടെ അയൽവക്കംകാരുമായിട്ട് നല്ല ബന്ധത്തിലാണോ ഉള്ളത്? നമ്മൾ അനാവശ്യമായിട്ട് മറ്റവന്റെ അതിര് മാന്താൻ പോകുന്നുണ്ടോ? അയാളുടെ സ്വത്ത് അയാൾക്ക് കൊടുക്കാൻ നമ്മൾ ഉത്തരവാദപ്പെട്ടതല്ലേ? നമ്മുടെ സ്വത്ത് നമ്മൾ സംരക്ഷിക്കുന്നതോടൊപ്പം അയാളുടെ സ്വത്തുകൾ നമ്മൾ കവർന്നെടുക്കാതിരിക്കാനുള്ളതും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കടന്നു കയറാതിരിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അനാവശ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാൻ പോകാതിരിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. സമൂഹത്തിൽ കലഹം ഉണ്ടാകാതിരിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളോ കാര്യങ്ങളോ ചെയ്യാതിരിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്കെല്ലാവർക്കും വേണ്ടത് സമാധാനമല്ലേ? നമുക്കെല്ലാവർക്കും വേണ്ടത് ഇവിടെ ഒരുമിച്ചുള്ളതാണ്. അതിപ്പോ ഏത് ജാതിയോ മതമോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ലോകത്തെല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നത്, സന്തോഷകരമായിരിക്കുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഇപ്പം അതിന് പഴയ കാലത്ത് ഒരു കഥ പോലെ പറയാറുണ്ട്, സ്വർഗത്തിലെയും നരകത്തിലെയും കഥ പോലെ. സ്വർഗത്തിലുള്ളവർക്കും നരകത്തിലുള്ളവർക്കും കൈയുടെ മുട്ട് തൊട്ട് താഴേക്ക് വലിയ നീളമുള്ള അത് നമ്മുടെ വലിയ തവികളുണ്ട്, അത് കയ്യാൽ കെട്ടിയേക്കുകയാണ്. അതുകൊണ്ട് അപ്പം കൈയുടെ മുട്ട് മടക്കാൻ പറ്റില്ല. കഞ്ഞി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലുള്ളവരെല്ലാം സുഖമായിട്ട് ഭക്ഷണം കഴിക്കും, നരകത്തിലുള്ളവർക്ക് ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഓരോരുത്തരും സ്വന്തം കഴിക്കാൻ വേണ്ടി നോക്കും, ഒരാളുടെയും കൈയുടെ മുട്ട് മടക്കുന്നില്ല. അതുകൊണ്ട് അവനവന് കോരി കുടിക്കാൻ പറ്റില്ല, പോകും. അതുപോലെ സ്വർഗത്തിലുള്ളവര് ഒരാൾ മറ്റൊരാൾക്ക് അവൻ കോരി കൊടുക്കും, അയാൾ ഇയാൾക്കും കോരി കൊടുത്താൽ രണ്ടുപേർക്കും കുടിക്കാൻ പറ്റും. അപ്പം ഐക്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് ആ ഐക്യം ഉണ്ടാക്കാൻ കഴിഞ്ഞുകൊണ്ട് അതൊരു എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിന് പറയുന്ന ഒരു മോട്ടിവേഷൻ, ഒരു കഥയായിട്ട് പറയുന്നതാണ്. അപ്പം നരകത്തിലുള്ളവര് ദുഷ്ടന്മാരായിട്ടും സ്വർഗത്തിലുള്ളവര് നന്മയുള്ളവരായിട്ടും പറയുകയാണെങ്കിൽ, നന്മയുള്ളവർ അങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ട് സഹായിക്കും, മറ്റുള്ളവരെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കും, അവന് ഭക്ഷണം കഴിക്കാൻ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് അവനും ഭക്ഷണം കിട്ടുന്നുണ്ട്. മറ്റേ അങ്ങനെയല്ല, സ്വന്തം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമം, ആർക്കും സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവിടെ കലഹവും അടിയും പിടിയും ബഹളവും അല്ലാണ്ട് അവസാനം ഉള്ളത് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക്. അതുകൊണ്ട് നമുക്കിവിടെ എല്ലാവർക്കും സമാധാനമല്ലേ വേണ്ടത്, സന്തോഷമല്ലേ വേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പരസ്പരം സഹായിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് സുഹൃത്തുക്കളായിട്ടാണെങ്കിലും അയൽവക്കംകാരാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മളുമായി ബന്ധപ്പെട്ട ആരുമായിട്ടാണെങ്കിലും. അപ്പൊ ഈ ഒരു ഉത്തരവാദിത്തങ്ങൾ, അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല എന്ന് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഒരുപാട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റിയാൽ മതി. നമുക്ക് നമ്മുടെ രാജ്യത്തിനോട് സ്നേഹമുണ്ടോ? നമുക്ക് രാജ്യത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ രാജ്യസ്നേഹം ഇല്ലാത്തതിന്റെ അല്ല, എന്നാലും നമ്മൾ പറയാറില്ലേ, ഇപ്പം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ക്രിക്കറ്റ് മത്സരം നടക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഓസ്ട്രേലിയക്ക് എത്രയാ സ്കോർ എന്ന് പറഞ്ഞാൽ ഇത്രയാന്ന് പറഞ്ഞാൽ, അടുത്ത ഇന്ത്യക്ക് എത്രയാന്നാണ് ചോദിക്കുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ടത് നമുക്ക് എത്രയാന്നല്ലേ ചോദിക്കേണ്ടത്. നമ്മൾ രാജ്യത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ, അറിയാതെ ആണെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ പറയേണ്ടത്, നമുക്ക് എത്രയാ സ്കോർ എന്നാണ് വേണ്ടത്. അപ്പൊ നമ്മൾ അറിയാതെ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ മറ്റേതോ രാജ്യം അല്ലല്ലോ, നമ്മളല്ലേ. അപ്പൊ അവിടെ തൊട്ട്
ഇതൊക്കെ നമ്മൾ കാണിക്കേണ്ടത് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാടിനോടും നമ്മുടെ മണ്ണിനോടും നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ സ്നേഹിതന്മാരോടും സുഹൃത്തുക്കളോടും നമ്മളുടെ പറഞ്ഞ പോലെ ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും അധ്യാപകരോടും മുതിർന്നവരായിട്ടുള്ള മറ്റാൾക്കാരോടും ഇവിടെയുള്ള സകലമാന പുല്ലിനോടും പുഴുവിനോടും തുടങ്ങി എല്ലാവരോടും നമ്മൾക്ക് അവരോടൊപ്പം സഹവസിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അവിടെ നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയേണ്ടതുണ്ട്, വിട്ടുകൊടുക്കാൻ കഴിയേണ്ടതുണ്ട്, ക്ഷമിക്കാൻ കഴിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തങ്ങളൊന്നും നമ്മളെ കൊണ്ട് പൂർണ്ണമായും വലിക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതല്ല. സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ മനോഭാവത്തിൽ മാറ്റം ഇല്ലെങ്കിൽ എവിടുന്നാ വരുന്നത്? ഈ ഉത്തരവാദിത്തങ്ങളൊന്നും നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല. ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറയാന്നുള്ളതല്ലാണ്ട് അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ആൾക്കാരോടൊപ്പം സഹവസിക്കാനുള്ള നമ്മുടെ മനസ്ഥിതി അങ്ങനെ മാറിയതുണ്ടാവണം. എങ്കിൽ മാത്രമല്ലേ നമുക്കത് പറ്റുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് പാരമ്പര്യങ്ങളിലെ ആത്മീയതയിൽ ഉത്തരവാദിത്തം എന്നുള്ള കാര്യങ്ങൾക്ക് ഇത്ര വലിയ പ്രാധാന്യത്തോടെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ. അത് എയിൽ മാത്രമല്ല, നമ്മൾ എന്നും മറ്റുള്ളവരോടൊത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ എന്റെ മാത്രം ആശയങ്ങൾ അവിടെ നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്റെ മാത്രം ആശയങ്ങൾ അവിടെ നടക്കില്ല. മറ്റുള്ളവരെ കേൾക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക്. എങ്കിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകുള്ളൂ, ഒരു സമൂഹം ഉണ്ടാകുള്ളൂ, ഒരു കുടുംബം ഉണ്ടാകുള്ളൂ. അവിടെയൊക്കെ ഇല്ലേ? ഇവിടെ ഏഴാമത്തെ പാരമ്പര്യത്തിന്റെ അകത്ത് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് തന്നെ നമ്മൾ വീട്ടിലെ സ്ഥിതിയിൽ നമ്മൾ എന്താ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ അവകാശമായിട്ട് നമ്മൾ പലതും പറഞ്ഞില്ലേ? ഈ പണം കൈകാര്യം ചെയ്യാൻ ആണുങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ എന്നാണ് വിചാരിച്ചേക്കുന്നത്. പെണ്ണുങ്ങൾക്ക് ഒന്നും അറിയത്തില്ലേ? അന്നേരം നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ധനകാര്യമന്ത്രി സ്ത്രീയാ. നമുക്ക് അവർക്കാർക്കും കഴിവില്ലാത്തവരാണെന്നുള്ളതല്ല, നമ്മൾ അവരെ ആരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ടോ? സാമ്പത്തിക കാര്യങ്ങൾ അവരോട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ടോ? അതോ ഇത്തരം കാര്യങ്ങൾ മറ്റാരോടും ചോദിക്കാതെ തൻകാര്യമായിട്ട് തന്നെ ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്? അങ്ങനെയല്ലല്ലോ ഉള്ളത്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യാനുള്ള ഒരവകാശവും നമുക്കല്ല. അത് ഉത്തരവാദിത്തമല്ല, അതെന്താ ധാർഷ്ട്യമാണത്. മറ്റുള്ളവർക്കൊന്നും അറിയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? മറ്റുള്ളവരെ സഹകരിപ്പിക്കാതാകുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്നല്ലേ അതിന്റെ? എനിക്ക് മാത്രമേ എല്ലാം അറിയുള്ളൂ എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ഇവിടെ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം വൃത്തിയായി നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു സമീപനം ഉണ്ടാവേണ്ടതുണ്ട്. വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ പണം കൈകാര്യം ചെയ്യണം എന്നുള്ളതുണ്ട്. അല്ലെ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിയേണ്ടതുണ്ട്, എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്, മറ്റുള്ളവരെ സഹകരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, കുട്ടികളെ ആ കാര്യങ്ങളിൽ നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാകുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്കൊന്നും എല്ലാം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകും, ശരിയാവില്ല, നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തുകയാണോ? അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാം. ഓരോ മേഖലകളിലും ഓരോ തലത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മളുടെ പ്രായത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മാറി മാറി വരുന്ന, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെച്ച ഓരോരോ റോളുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ടതായ ഒരുപാട് കടമകളുണ്ട് നമുക്ക്. ആ കടമകളിൽ കൂടെ ആ കടമകളൊക്കെ സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, അത് ചെയ്യേണ്ടതാണ്. അപ്പം ഏഴാമത്തെ പാരമ്പര്യത്തിന്റെ ഈ ഒരു ആത്മീയ വശം, ഉത്തരവാദിത്തം എന്നുള്ളത് റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ ഉത്തരവാദിത്തം അങ്ങനെ തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ നമുക്ക്
വേണമെങ്കിൽ ചിന്തിച്ചാലോചിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെ ഒരു ഏകാധിപത്യ രീതിയിലാണ് പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുണ്ടാകുകയും അത് അവരെ ചൂണ്ടിക്കാണിക്കാനും അവരുടെ തെറ്റുകളൊക്കെ അവരോട് കൃത്യമായ രീതിയിൽ കണക്ക് പറഞ്ഞ് കാണിച്ചു കൊടുക്കാനും ഒക്കെ നമ്മൾക്കറിയാം. പക്ഷെ അവനവന്റെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പലർക്കും അത് കഴിയുന്നില്ല. അതും നമ്മുടെ ഒരു ഉത്തരവാദിത്ത ലംഘനമാണ്, ഉത്തരവാദിത്തമില്ലായ്മയാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് സഹായകരമാകും തീർച്ചയായിട്ടും. അതുകൊണ്ട് 7ാമത്തെ പാരമ്പര്യത്തിലേക്ക് പോകുമ്പോൾ വെറും ഒരു കിറ്റിയിൽ പണം ഇടുക എന്നുള്ളതല്ല. ആ പണം ഇടുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ഒരു മഹത്തായ ഒരു കാര്യമുണ്ട്. ആ മഹത്തായ കാര്യത്തിന് നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുക എന്ന് പറയുന്നതിന് ഇതിൽ പരം ഒരു വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു ആത്മീയ വശം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഏതെങ്കിലും പാരമ്പര്യത്തിലോ വടിയിലോ ഒക്കെ കാണുമ്പോൾ ഇത്രയും മഹത്തായത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല പറഞ്ഞ് ഏറ്റവും മഹത്തായ ഒരു പാരമ്പര്യമായിട്ട് തോന്നുന്നു അതിന്റെ ആത്മീയ വശം, ഈ ഉത്തരവാദിത്തം എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായ രീതിയിൽ പാലിക്കാം. ഗ്രൂപ്പിനെ കൊണ്ടു നടക്കാം, അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തെയും അതേപോലെ തന്നെ നമ്മൾക്ക് വേണ്ട രീതിയിൽ അതിനെ പ്രവർത്തിച്ചുകൊണ്ട് പോകാം. നമ്മുടെ സമൂഹത്തെയും നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ സംഘങ്ങളെയും അല്ലെങ്കിൽ എല്ലാ മേഖലകളെയും നമ്മൾക്ക് ആരോഗ്യത്തോടെ നിലനിർത്താൻ എൻ്റെ ഉത്തരവാദിത്തം നല്ല കൃത്യമായ രീതിയിൽ നിറവേറ്റാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിന്റെ ഗുണം കിട്ടും, മറ്റുള്ളവർക്കും ഗുണം കിട്ടും. അപ്പൊ ഞാൻ ഈ 7ാമത്തെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അതിന്റെ ആത്മീയ വശത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനിയും നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ഒരുപാട് മേഖലകളെ കുറിച്ച് അതിന്റെ ഓരോ വിശദാംശങ്ങളിലേക്കൊക്കെ പോകാം. അതിന് ഞാനൊരു ചിന്തിക്കാൻ ഒരു വഴിമരുന്ന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ആ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ പോയതും കഴിഞ്ഞതുമായിട്ടുള്ള ഇനിയും ഒരുപാട് ധാരാളം മേഖലകളുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ പടികൾ പരിശീലിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഇത് പടികളുടെ പരിശീലനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പറഞ്ഞ ഈ ആത്മീയ വശം നമ്മൾ എടുക്കേണ്ടത്. പാരമ്പര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ ആത്മീയ വശം പടികൾ പരിശീലിക്കാൻ വേണ്ടി, അല്ലെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് വേണ്ടത്. അപ്പൊ അതിന് ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ജ്വാല മീറ്റിങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് ഇത്രയും നേരം സംസാരിക്കാൻ അനുവദിച്ചതിന് പ്രത്യേകമായി നന്ദി. അതേപോലെ തന്നെ ഇത്രയും നേരം കേട്ടു നിന്ന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി രാജേഷ്. താങ്ക് യു സണ്ണി ചേട്ടാ, താങ്ക് യു. ഞങ്ങളോടൊപ്പം